ഗൈസ് എൻ്റെ ഫ്രണ്ടാണ് അവിടെ നിൽക്കുന്നത്. അസ്മി അസ്മി ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ ദാ കിച്ചുമോളും ഞാനും കൂടെ അവിടെ സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. വരുന്ന വഴിക്ക് കടയിൽ നിന്ന് ഒരു പാക്കറ്റ് പാല് വാങ്ങിയിട്ടോ. കുറേ ദിവസമായിട്ട് ചുമയൊക്കെയാണല്ലോ, അപ്പോൾ പാലൊഴിച്ചിട്ടൊക്കെ ചായ കുടിച്ചിട്ട് കുറേ ദിവസമായിട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് പാല് വാങ്ങി, പിന്നെ ഇങ്ങനെ 2 രൂപേൻ്റെ ആ ബ്രൂ കോഫി ഉണ്ടല്ലോ അതും വാങ്ങിപ്പോന്നു കേട്ടോ. ഇത് ഞാൻ പറഞ്ഞിട്ടില്ല, മക്കൾ ചായ ഒന്നും കുടിക്കലില്ല, പക്ഷേ ഈ ബ്രൂ കോഫി ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇടട്ടെ കേട്ടോ, ഞാൻ ബ്രൂ കോഫി ആണെങ്കിൽ ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനത്തെ നമുക്ക് എപ്പോഴെങ്കിലും അങ്ങനെ കൊതിയാകുമ്പോൾ ഇതുപോലെ 2 രൂപേൻ്റെ പാക്കറ്റ് വാങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ ഞാനിത് ഇടട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ കോഫിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ 2 ആളും കുടിച്ചോളും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ റസ്കിൻ്റെ ഇതും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഏതാണ്, ബട്ടർ റസ്ക്കാണ്. ഇത് ആദ്യമായിട്ട് വാങ്ങി നോക്കുകയാണ് കേട്ടോ. ഈ റസ്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. കഴിഞ്ഞ ദിവസം വേറെ റസ്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു 3 നേന്ത്രപ്പഴം കൂടെ വാങ്ങിപ്പോന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിക്കുകയാണ്, കിച്ചുമോള് കുളിക്കുകയാണ് കേട്ടോ. അവള് കുളി കഴിഞ്ഞിട്ട് വരട്ടമ്മാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും ചായ കുടിക്കുകയാണ്. പക്ഷേ ഞാൻ സാധാരണ നമ്മൾ ചായപ്പൊടിയൊക്കെ ഇടുകയാണെങ്കിൽ നല്ല കടുപ്പത്തിനാണ് ഉണ്ടാക്കുന്നത്. ഇത് കോഫി ആയതുകൊണ്ട് കടുപ്പൊന്നും ഉണ്ടാവില്ല, എന്നാലും ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ റസ്ക്കൊക്കെ ഇങ്ങനെ ചായയിൽ മുക്കിയിട്ട് കഴിക്കാൻ ഏറ്റവും നല്ല ഇങ്ങനെ കോഫിയൊക്കെയാണ് അല്ലേ. അപ്പോൾ എന്തായാലും കുടിക്കട്ടെ കേട്ടോ. പിന്നെ വേറെന്താ ഇപ്പോൾ വിശേഷം? പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ കാണിക്കണുള്ളൂ. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ നാളെ പിറ്റേ ദിവസത്തെയും കൂടെയാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് പിന്നെ ഈ ചായ കുടിക്കലും ഇത്രയും പരിപാടികളൊക്കെ തന്നെയുള്ളൂ ഇതിൽ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ പിറ്റേന്ന് രാവിലത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നേന്ത്രപ്പഴം. കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചല്ലേ പഴം, അതൊന്നും എല്ലാവരും റസ്ക്കാണ് കേട്ടോ, അങ്ങനെ ചായയിൽ മുക്കി കഴിച്ചത്. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ നേന്ത്രപ്പഴവും പിന്നെ മുട്ടയൊക്കെ പുഴുങ്ങിയതായിരുന്നു. പിന്നെ തത്തയ്ക്കും മുട്ടയൊന്നും പറ്റൂല, അപ്പോൾ അവൾ ഇനിയിപ്പോൾ റസ്ക് തന്നെ എടുത്ത് കഴിച്ചോട്ടെ എന്ന് കരുതി. പിന്നെ ഞാൻ വേഗം എന്ത് ചെയ്തു, ചോറും അതുപോലെ തന്നെ കൂട്ടാനൊക്കെ ഉണ്ടാക്കി. ചോറുണ്ടാക്കി, കുറച്ച് മീനുണ്ടായിരുന്നു ഫ്രീസറിൽ ഇരിക്കണം കേട്ടോ, മസാലയൊക്കെ തേച്ചത്. അപ്പോൾ അതെടുത്ത് വറുത്തൽ മീനായിരുന്നു. പിന്നെ തേങ്ങയും അതുപോലെ തന്നെ വറ്റൽമുളകും പുളിയൊക്കെ ഇട്ടിട്ട് ചമ്മന്തി അരച്ചു. ഇനിയിപ്പോൾ തത്തയ്ക്ക് ഇതൊന്നും ഇഷ്ടമാവില്ലെങ്കിൽ അവൾ അതൊക്കെ കൂട്ടി ചോറും ഉണ്ണുട്ടോ. അവൾ എണീറ്റ് വരുമ്പോൾ അവർക്ക് ഇത് പിറ്റേ ദിവസം സ്കൂളുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസം സാധാരണ കുറേ നേരം വൈകിട്ടാണ് ചോറും കറിയൊക്കെ ഉണ്ടാക്കൽ. പക്ഷേ ഇന്ന് നേരത്തെ ഉണ്ടാക്കിയത് ഇതുകൊണ്ടാണ്. നമ്മുടെ രാവിലത്തെ ചായക്ക് കടി എന്ന് പറയുന്നത് പഴം പുഴുങ്ങിയതല്ലായിരുന്നോ, അപ്പോൾ അത് അവൾക്ക് ഇഷ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് വേഗം ചോറും കറിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതാ തക്കാളി താളിപ്പാണ് കേട്ടോ, തക്കാളിക്കറി, തക്കാളി താളിപ്പ് എന്നൊക്കെ പറയില്ല, അതാണ്. പിന്നെ മീൻ വറുത്തതും ചമ്മന്തി, ഇത് മതിയല്ലോ ചോറ് ഉണ്ണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനും കിച്ചുമ്പോൾ ഓരോ പഴമൊക്കെ എടുത്ത് കഴിച്ചു. ബാക്കി 2 അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി കുറച്ച് റസ്ക്കും കഴിഞ്ഞ ദിവസം വാങ്ങി അതും ഇരിക്കുന്നുണ്ട്. പിന്നെ 2 പപ്പടം കൂടെ കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ പുറത്താണ് നല്ല മഴയാണ്, നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പുറത്ത്. തത്ത എണീറ്റ് വന്നിട്ടില്ല കേട്ടോ, ഒന്ന് ലീവ് ആയതുകൊണ്ട് കുറച്ച് നേരം വൈകിട്ട് തന്നെയാവും എണീക്കുക. അങ്ങനെ പിന്നെ അടുക്കളയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ രാവിലെ നേരത്തെ കുളിച്ചാലും ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ എനിക്കത് അടുക്കളയിലെ പണിയൊക്കെ കഴിയുമ്പോൾ അവർ നൈറ്റ് ഒന്ന് മാറ്റാൻ തോന്നും. അപ്പോൾ ഞാൻ അടുക്കളയിലെ പണിയും തുടക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ പറയുക, അതൊക്കെ മിക്സി ഒന്ന് മാറ്റി. അപ്പോഴാണ് തത്ത എണീറ്റ് വന്നപ്പോൾ ഇന്ന് ചോറ് വേണ്ട. സാധാരണ എണീറ്റ് വരുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടാത്ത കടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവൾ ചോറാവുണ്ട്. അപ്പം ഇന്ന് ചോറുണ്ടില്ല. അപ്പം എന്നോട് പറഞ്ഞു, അമ്മയ്ക്ക് അരി വറുത്താണ്ട് പൊടിച്ച് തരുമോ എന്ന് ചോദിച്ചു. നമ്മൾ അരിമണി ഉണ്ടാക്കൂലേ, അപ്പോൾ റേഷൻ കടയിലെ അരിയാണിത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അരി കഴുകിയിട്ട് നമ്മൾ വറക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ. കാരണം അതിൽ ആ വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് വേണ്ടേ പിന്നെ ഒന്ന് എന്താ പറയുക ഫ്രൈ ആയിട്ട് വരാൻ. അപ്പോൾ എന്തായാലും അതൊന്ന് കഴുകിയിട്ട് ഞാൻ പറഞ്ഞു, എന്നാൽ തേങ്ങ ചിരകി വെച്ചോ, ഇത് ഞാൻ വറുത്ത് തരാമെന്ന് പറഞ്ഞു. അരി ചിലപ്പോൾ അവൾ വറുത്താലൊന്നും ശരിയാവില്ല. പണ്ടൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ 4 മണി ചായക്ക് അരി വറുത്തതും എന്നിട്ട് കട്ടൻ ചായയിലിട്ടിട്ട് തേങ്ങയും കൂടെ ചിരകിയിട്ടിട്ട് അങ്ങനെ ഇങ്ങനെ കുടിക്കുമല്ലോ. പിന്നെ അങ്ങനെ ചെയ്തു. പിന്നെ അതൊക്കെ കുറേ മുമ്പ് കേട്ടോ. ഇപ്പം എന്താ ചെയ്യുക, അരി വറുത്തിട്ട് അരിയും അതുപോലെ തേങ്ങയും വറുത്ത അരിമണിയും തേങ്ങയും ശർക്കരയും കൂടെ മിക്സ് ചെയ്ത് ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ ഇതിങ്ങനെ കഴുകിയിട്ട് നമ്മൾ അരി വറക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ. കഴുകാതെ ഈ അരി വറക്കാനും പറ്റില്ല, കാരണം ഞാൻ പറഞ്ഞിട്ടില്ല റേഷൻ കടയിലെ അരി ആയതുകൊണ്ട് നല്ല പൊടി ഇങ്ങനെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇതിൽ വെള്ളമൊക്കെ പോയിട്ടുണ്ട്, ഡ്രൈ ആയി വന്നു. ഇനി ഈ അരി ഒന്നിങ്ങനെ പൊരിഞ്ഞ് വരണം. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഞാനിങ്ങനെ ഇടയ്ക്ക് ചിലപ്പോൾ 4 മണി സമയത്തൊക്കെ, രാവിലെ ഒന്നും ഉണ്ടാക്കലില്ല, 4 മണി സമയത്ത് കുട്ടികൾ വരുമ്പോൾ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അരി ഇതുപോലെ ഗോതമ്പും കഴുകിയിട്ട് ഇങ്ങനെ വറുത്തെടുക്കലുണ്ട്. പണ്ടുള്ളവരൊക്കെ പറയും അരി ഇങ്ങനെ വറക്കാൻ പാടില്ല എന്നൊക്കെ പറയണേക്കാം. എന്തുകൊണ്ടാണ് പറയണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും തത്ത കുറച്ച് തേങ്ങ ചിരകിയിട്ടുണ്ട്. തേങ്ങയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, തേങ്ങയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുറച്ചെടുത്താൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ ഏതായാലും തേങ്ങയൊക്കെ ചിരകി തന്നു. ആ ഒരു തേങ്ങ ചിരക എത്ര സമയം എടുത്തു എന്നറിയോ? കാരണം ഇങ്ങനെ സ്ലോ ആയിട്ടല്ലേ, അവർക്ക് വല്ലാതെ അങ്ങനെ അടുക്കളയിലൊന്നും കയറിയിട്ടുള്ള ഇതില്ലാത്തതുകൊണ്ടേ. കിച്ചുമ്പോഴാണെങ്കിൽ പിന്നെയും കുറച്ചൊക്കെ ഫാസ്റ്റായിട്ട് ചെയ്യും. പിന്നെ തേങ്ങ ചിരകണമെങ്കിൽ തോന്നുന്നു വല്ലണ്ട, നമുക്ക് വല്ലാതൊന്നും അറിയുന്നില്ല. തേങ്ങയൊന്നും ചിരകണം അതുവരെയാണ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും കുറേശ്ശെ കുട്ടികൾ അടുക്കളയിൽ പണിയെടുക്കണം നല്ലതാണെന്നല്ലേ. പിന്നെ ഇങ്ങനെ ഗ്യാസിൻ്റെ അടുത്തേക്ക് വെച്ചാൽ ചിലപ്പോൾ എന്താവും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അരി വറക്കാൻ ഞാൻ തന്നെ നിന്നു. അവൾ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കിയിരുന്നു, പക്ഷെ അരി ഞാനൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് അങ്ങനെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ നല്ല ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം വെക്കുകയാണ്. എന്നിട്ടേ ഉള്ളൂ പൊടിച്ചെടുക്കണേ. ഞാൻ പറഞ്ഞില്ല നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ടെന്ന്, പക്ഷെ നന്നായിട്ട് വിയർക്കണമുണ്ട്. എന്തൊരു ചൂടെന്നറിയോ? മഴയൊക്കെ നന്നായിട്ട് പെയ്യുന്നുണ്ടെങ്കിലും നല്ല ചൂടിട്ട് അടുക്കളയിൽ നിൽക്കുമ്പോൾ പിന്നെ കുറച്ച് നേരം ഇത്രയും സമയം ആ ഒരു അരി ഇങ്ങനെ വറുത്ത് നിന്നപ്പോൾ അതിൻ്റെ ആ ഒരു ചൂടും കൂടെ ആയിട്ടാവും നന്നായിട്ട് ഇങ്ങനെ വിയർക്കണുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ അരി അവിടെ ഇങ്ങനെ വെച്ചതാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, നല്ലൊരു ചൂടൊക്കെ ഒന്ന് പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്നിങ്ങോട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇത് നമ്മുടെ മിക്സിയുടെ ജാറിൽ വെള്ളം നനവൊക്കെ ഉണ്ടെങ്കിൽ ഒരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ടൊന്ന് തുടയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പൊടിച്ചെടുക്കട്ടെ. മിക്സിൻ്റെ ജാറിൽ കുറച്ച് നനവുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചെടുക്കുകയാണ്. അല്ലെങ്കിൽ എന്താണെന്നറിയാം, കുറച്ച് ബാലൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടാവും. മറ്റേ നമ്മളിങ്ങനെ പൊടിച്ചിട്ട് തേങ്ങയും ശർക്കരയൊക്കെ ഇട്ട് പൊടിച്ചിട്ട് നമ്മളൊരു കുപ്പിയിൽ, അടപ്പുള്ളൊരു കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചാൽ 2 ദിവസമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. നനവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പൂപ്പൽ പോലെയൊക്കെ കേടായിപ്പോയല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് തുടച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു അരി വറുത്തതൊന്ന് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. ഒന്നിങ്ങോട്ട് നല്ല ഫൈനായിട്ടല്ല, ജസ്റ്റ് 2-3 പ്രാവശ്യമായിട്ടൊന്നും ഇങ്ങോട്ട് കറക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങയും പിന്നെ ശർക്കരയും കൂടി ചേർത്തിടുക. ശർക്കര ഇങ്ങനെ നമ്മളിങ്ങനെ ചിരകി ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ഒരു മുഴുവനായിട്ട് ശർക്കര അങ്ങനെ ഇടരുത്, ചിരകിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക. കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ 2-3 കഷ്ണങ്ങളായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു അരി ഒന്ന് വറുത്തെടുക്കട്ടെ. ചിലപ്പോൾ രാവിലെ അവൾക്ക് പറ്റാത്ത എന്തെങ്കിലും രാവിലത്തെ കടിയാണ് ഉണ്ടാക്കിയതെങ്കിൽ അവൾ ചിലപ്പോൾ ചോറൊക്കെയാവും ഉണ്ണുക. ഇന്നിപ്പോൾ എന്താണെന്നറിയില്ല, ചോറൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഈ തക്കാളി താളിപ്പ് മീൻ വറുത്തൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് ചമ്മന്തിയൊക്കെ. അപ്പോൾ അതാണ് ഞാൻ അതൊക്കെ ഉണ്ടാക്കി വെച്ചത്. പിന്നെ ഇപ്പോൾ സമയം 10:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം സ്കൂളില്ലാത്തതുകൊണ്ട് പതുക്കെയാണ് അവൾ എണീറ്റത്. അപ്പോൾ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഇതൊക്കെ കഴിച്ചാലേക്കൊന്നും വിശപ്പും ഉണ്ടാവില്ല. അരി വറുത്തൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തീരെ വിശപ്പുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒന്ന് പൊടിച്ചെടുത്തു. പിന്നെ ഇതിലേക്ക് ശർക്കര ഒന്ന് ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ ചിരകിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഒരുമിച്ച് നമ്മൾ തേങ്ങയും ശർക്കര ഇട്ടിട്ട് അങ്ങോട്ട് കറക്കിയെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. പിന്നെ ഇത് വേറൊരു ഇതിലും ചെയ്യും. ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് നമ്മൾ ഉപ്പുമാവ് പോലെ ഉണ്ടാക്കും. കടുകും കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും ഒക്കെ ഇങ്ങനെ മൂപ്പിച്ചിട്ട് അതിലേക്ക് പൊടി നമ്മളിങ്ങനെ ഈ ജാറിലടിച്ച പൊടി അങ്ങനെ തട്ടിയിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയാൽ ഉപ്പുമാവായിട്ട് ഉപയോഗിക്കുക. അതും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞങ്ങളൊക്കെ പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് രാവിലെയൊക്കെ ചായക്ക് കടി ഇങ്ങനെ, അന്ന് മിക്സിയൊന്നും ഇല്ല കേട്ടോ. എൻ്റെ വീട്ടിൽ മിക്സിയൊന്നുമില്ല, കറണ്ടും ഇല്ല. അപ്പോൾ അമ്മ എന്ത് ചെയ്യും, അമ്മി നന്നായിട്ട് കഴുകിയിട്ട് തുടയ്ക്കും തുണി വെച്ചിട്ട്. എന്നിട്ട് അതിലാക്കിയിട്ട് ഇങ്ങനെ പൊടിച്ചാണ്ട് ഉണ്ടാക്കി തരും. പക്ഷേ ഞാനൊക്കെ അതിൻ്റെ കൂടെ കട്ടൻ ചായ ഇങ്ങനെ ആ പൊടിയിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ സ്പൂണോട്ട് ഇങ്ങനെ കോരി കഴിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവരെങ്ങനെയല്ല, ഇവർക്ക് കട്ടൻ ചായ ഒന്നും വേണ്ട, ഇവർ വെറുതെ പൊടി ഇങ്ങനെ വായിലിട്ടിട്ട് തിന്നുക. അങ്ങനെയാണ് ഇവർ ചെയ്യുക. ഞങ്ങളൊക്കെ ആദ്യം അങ്ങനെ ചെയ്തിരുന്നു. സ്കൂളിൽ പോകുന്ന സമയത്ത് അന്നൊക്കെ രാവിലെ ഉണ്ടാക്കി തന്ന ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ
പിന്നെ മഴയൊക്കെ ഒന്ന് നിന്നിട്ടുണ്ട് കേട്ടോ. മഴയൊക്കെ നിന്നു. മഴ നിന്നു ഇതാ വെയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വീട്ടിലൊന്ന് പോകണം. പിന്നെ കിച്ചുമോള് അങ്ങോട്ട് പോവുകയാണ് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളൊന്ന് പോയി പോരും. ഞാനും തത്തയും കൂടെ പോയി പോരുകയാണ്. അപ്പോൾ മഴയൊക്കെ നിന്നപ്പോൾ കിച്ചുമോൾ അവിടെ എത്തിയിട്ടുണ്ട്. കിച്ചുമോൾ ബസ്സിന് കയറിപ്പോയി. ഞാനും തത്തയും വണ്ടിയിലും പോയിട്ടോ. അപ്പോൾ അമ്മ ചന്തയിൽ പോയതായിരുന്നു. ചന്തയിൽ പോയി ശനിയാഴ്ചയാണ് കേട്ടോ അത്. പിന്നെ ചന്തയിൽ പോയതായിരുന്നു. അപ്പോൾ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. പിന്നെ മക്കൾക്ക് എന്തൊക്കെയോ ചോക്ലേറ്റും ആപ്പിളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കിച്ചുമോൾ ഇവിടെ നിൽക്കുകയാണ്. തത്തയ്ക്കുള്ള 2 ആപ്പിളും ചോക്ലേറ്റും എന്തൊക്കെയോ ഐസ്ക്രീമൊക്കെ അവൾ എടുത്തു കൊണ്ടുപോവുകയാണ് കേട്ടോ. ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് കിച്ചുമോളാണ് നിൽക്കുന്നത്. തത്ത നിൽക്കണമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ കിച്ചുമോൾ ഇതാ ഐസ്ക്രീമൊക്കെ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനും തത്തയും പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. മഴയൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തായാലും അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു. പിന്നൊരു കാര്യം കേട്ടോ, ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവിടെ പൊട്ടിക്കലിൽ നിന്ന് ആപ്പിളും ചോക്ലേറ്റൊക്കെ കൊണ്ടുവന്നിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ തത്ത കിച്ചണിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്തം മുട്ടി എന്ത് പുള്ളി ചെയ്യണമെന്ന്. അപ്പോൾ അവൾ എന്തോ സംഭവം ഉണ്ടാക്കുകയാണ്. അവൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ആപ്പിളും ചോക്ലേറ്റൊക്കെ വെച്ച് എന്തോ ഒരു പുഡിങ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നോ പെർമിഷൻ, വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വീഡിയോ എടുക്കണില്ല കേട്ടോ. ഇതൊക്കെ ആണെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞു. അവൾ എടുക്കണത് അവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ ആൾ പാട്ടൊക്കെ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ടാണ് എന്തൊക്കെയോ കുക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ അവളെടുത്തത് അവൾ കണ്ടു കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്കതെടുക്കാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാനത് എടുക്കണില്ല. മക്കളാണെങ്കിലും ചില സമയത്ത് മക്കൾ പറയണത് നമ്മൾ കേൾക്കണമല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.